ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരക്ക ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കഴുകിയതിന് ശേഷം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചുവന്നുള്ളി, ഞാനൊരു 10-15ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ. അതേപോലെ ഇതിലേക്ക് ഇനി 2 ഉണക്കമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചുവന്നുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നതായിരിക്കും, നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നതായിരിക്കും, വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അവരക്ക ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അവരക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. അവരക്ക ചെറുതായി അരിഞ്ഞ അവരക്കയാണ്, അപ്പോൾ അതേ രീതിയിലാണ് ഞാൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ അവരക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ മൂടി വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കയ്യിലൊരു ഇത്തിരി വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ആവിയൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ അവരൊക്കെ ഒന്ന് ചുങ്ങി വരുന്നുണ്ട്. നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ മുളകൊക്കെ എല്ലാം അടുത്താവുന്ന വരയ്ക്കും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചൊരു 2 മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അവരക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കാമെന്നറിയാം. ഇതിലേക്ക് തേങ്ങ ഒക്കെ ചേർക്കാം. ഇപ്പോൾ തേങ്ങയുടെ വിലയൊക്കെ കൂടിയതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്.